എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെൻറ്റിൻ്റെ ടെമ്പററി അഡ്മിഷൻ എന്താണെന്നും അതുപോലെ തന്നെ പെർമനൻ്റ് അഡ്മിഷൻ എന്താണെന്നും അപേക്ഷയിൽ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സംശയം തന്നെയാണ്. അതിനുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 അലോട്ട്മെൻറ്റ് 2025 +1 ഏകജാലക പ്രവേശന സംവിധാനം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെ വൈകിട്ട് 5 മണി വരെയാണ്. പ്രിയ ഒരുപാട് വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും അല്ലാതെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് സാർ പെർമനൻ്റ് അഡ്മിഷൻ, എന്താണ് സാർ ടെമ്പററി അഡ്മിഷൻ, എന്താണ് സാർ പെർമനൻ്റ് അഡ്മിഷൻ എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പറഞ്ഞാൽ ടെമ്പററി എന്ന് പറയുന്നത് താൽക്കാലികവും അഡ്മിഷനാണ്, പെർമനൻ്റ് എന്ന് പറഞ്ഞാൽ സ്ഥിര അഡ്മിഷനാണ്. ആർക്കൊക്കെയാണ് സാർ ഈ ടെമ്പററി അഡ്മിഷൻ എടുക്കാൻ പറ്റുക? എല്ലാവരും പെർമനൻ്റ് ആയിട്ട് തന്നെ എടുക്കണോ, സ്ഥിര നിയമനം തന്നെ നേടണോ? നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിൽ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിർബന്ധമായും നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയേ ഇല്ല. നിങ്ങൾ സ്ഥിര നിയമനമാണ്, പെർമനൻ്റ് അഡ്മിഷനായി നിങ്ങൾ എടുക്കേണ്ടി വരും. പക്ഷേ നിങ്ങൾക്ക് രണ്ടോ അതിന് താഴേക്കോ, രണ്ടോ അതിന് മേലേക്കോ, താഴേക്കല്ല, രണ്ടോ അതിന് മേലേക്കോ പോവുകയാണെങ്കിൽ 3, 4, 5 ഏത് കിട്ടുവാണെങ്കിലും നിങ്ങൾക്ക് പെർമനൻറ്റും എടുക്കാം, ടെമ്പററിയും എടുക്കാം. ഇപ്പം നിങ്ങൾക്ക് 2, 3, 4, 5 ഏത് ഓപ്ഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സ്ഥിര നിയമനവും ചെയ്യാം, അതേസമയം എന്ത് ചെയ്യാം, ടെമ്പററി ആയിട്ട് എടുത്ത്. ഇപ്പം നിങ്ങൾ ഉദാഹരണം പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷൻ കിട്ടി, നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുത്ത് എന്ത് ചെയ്യാം, ബാക്കി 4 ഓപ്ഷനുകൾ വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി ബാക്കി 4 ഓപ്ഷനുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം, കാരണം ഹയർ ഓപ്ഷനിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 2 അതിന് മേലേക്കോ ഉള്ള ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ, രണ്ടോ അതിന് മേലേക്കോ ഉള്ള ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ, 2 അതിന് താഴേക്കോ അല്ല 2 അതിന് താഴേക്കോ ഉള്ള ഓപ്ഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ടെമ്പററി എടുക്കാം, അതേസമയം പെർമനൻറ്റും എടുക്കാം. അപേക്ഷയിൽ ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? സാധാരണ ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം കൊടുക്കാറുണ്ട്. ബട്ട് ഈ വർഷം അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ വേഗത്തിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടും ജൂൺ മാസം 2-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്തു വിടുന്നത് കൊണ്ട്, ഇപ്പോൾ 24-നാണ്, മെയ് മാസം 24-ലാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പുറത്തു വരിക. ജൂൺ 2-ന് എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെൻറ്റ് എന്ത് ചെയ്യും, പുറത്തു വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടുമോ എന്നുള്ളത് ഡൗട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസം എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയേക്കും. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ കൂട്ടിച്ചേർക്കണമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഓപ്ഷൻ എടുത്തു കളയണമെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറഞ്ഞോട്ടെ, എഡിറ്റിന് ശേഷം, ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ശേഷം ടൈമിൽ എഡിറ്റിംഗ് നിങ്ങൾക്ക് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷവും എഡിറ്റ് ചെയ്യാനുള്ള അവസരം കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞ ശേഷം എഡിറ്റ് ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ എഡിറ്റിങ്ങിന് ശേഷം നിങ്ങൾ സാധാരണ ചെയ്ത പോലെ ഒരു ബോക്സിൽ ആ ഡിക്ലറേഷൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ആ ഡിക്ലെയർ നോട്ടിഫിക്കേഷനിൽ ടിക്ക് ചെയ്ത് പച്ച കോളത്തിൽ കിടക്കുന്ന ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നൽകി നിങ്ങളുടെ അപേക്ഷ അന്തിമമായി സമർപ്പിക്കണം. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനില്ലെങ്കിലും. പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ക്രോം ബ്രൗസറിലോ ഗൂഗിൾ ബ്രൗസറിലോ മുമ്പിൽ നോട്ടിഫിക്കേഷൻ വരും, ആർ യു കൺഫേം ടു ഏബിൾ
ടു ദിസ് സൈറ്റ് എന്ന് കണ്ട് പറഞ്ഞു. ആ നോട്ടിഫിക്കേഷൻ ഓക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫൈനൽ കൺഫർമേഷൻ നൽകാതെ നിങ്ങൾ പുറത്ത് പോകാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകാം, എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജ് ഓപ്പൺ ആയിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനില്ലെങ്കിൽ പോലും നിങ്ങൾ ആ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഫൈനൽ കൺഫർമേഷൻ നൽകണം. കാരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുതായിരുന്നു, എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യരുത്. എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, വീണ്ടും ഫൈനൽ കൺഫർമേഷൻ നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് എല്ലാ പേജിലൂടെയും പോയി ഒന്ന് ഫൈനൽ കൺഫർമേഷൻ നൽകണമെന്ന് മാത്രം. എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കൂടുതൽ അറിയിപ്പുകൾക്ക് വേണ്ടി വെയിറ്റ് ഫോർ ന്യൂ അപ്ഡേറ്റ്സ് ഫ്രം ദിസ് ചാനൽ. അത് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്ന ഒരു മൈ നെയിം ഇസ് കർ, ദ ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.